നമസ്കാരം. എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം. പാഞ്ചാല രാജാവായ ദ്രുപദന് വിവാഹശേഷം വർഷങ്ങളോളം കഴിഞ്ഞിട്ടും സന്താനഭാഗ്യം ഉണ്ടായില്ല. സന്താനമുണ്ടാകുന്നതിനായി അദ്ദേഹം വളരെ ഭക്തിയോടെ തപസ് ചെയ്തു. അങ്ങനെ ദൈവാനുഗ്രഹമുണ്ടായി. പാഞ്ചാല രാജാവിനും രാജ്ഞിക്കും 2 കുട്ടികൾ പിറന്നു. അവരാണ് ദ്രൗപദിയും സഹോദരനായ ധൃഷ്ടദ്യുമ്നനും. ദ്രൗപദി വലിയ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു. അങ്ങനെയിരിക്കെ ദ്രുപദ രാജാവും വില്ലാളി വീരനായ അർജുനനും തമ്മിൽ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ അർജുനൻ വിജയിക്കുകയും ദ്രുപദന്റെ പകുതി രാജ്യം കൈക്കലാക്കുകയും ചെയ്തു. ദ്രൗപദിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് പിതാവായ ദ്രുപദൻ ആഗ്രഹിച്ചു. അതിനായി ദ്രൗപദിക്ക് സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. സ്വയംവരത്തിൽ പങ്കെടുക്കുന്നവർ ഒരു അമ്പെയ്ത്തു മത്സരത്തിൽ പങ്കെടുക്കണം. അതായിരുന്നു നിബന്ധന. മത്സരത്തിൽ പങ്കെടുത്ത് വിജയശ്രീലാളിതനായ അർജുനനെ ദ്രൗപദി ഭർത്താവായി സ്വീകരിച്ചു. ദ്രൗപദിയുമായി വീട്ടിലെത്തിയ പാണ്ഡവ സഹോദരന്മാർ അമ്മയായ കുന്തിയോട് തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അതെന്താണെന്ന് നോക്കാതെ തന്നെ കൊണ്ടുവന്നത് എന്തു തന്നെയായാലും അത് മക്കൾ 5 പേരും തുല്യമായി വീതിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു. സാധാരണയായി അവർക്ക് ലഭിക്കാറുള്ള ഭിക്ഷ എന്തു തന്നെയായാലും അവർ 5 പേരും തുല്യമായി പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ അമ്മയായ കുന്തിദേവിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ 5 പേരും ദ്രൗപദിയെ അവരുടെ സമ്മതമില്ലാതെ തന്നെ ഭാര്യയായി സ്വീകരിച്ചു. നാളുകൾക്ക് ശേഷം കൗരവർ പാണ്ഡവരെ ചൂത് കളിക്കുന്നതിനായി ക്ഷണിച്ചു. ദുര്യോധനന്റെ അമ്മാവനായ ശകുനിയായിരുന്നു ദുര്യോധനന്റെ ഉപദേഷ്ടാവ്. കള്ളച്ചൂത് കളിച്ച് വിജയിച്ച കൗരവരുടെ മുന്നിൽ യുധിഷ്ഠിരന് തൻ്റെ രാജ്യവും സമ്പത്തും സഹോദരങ്ങളുമെല്ലാം പണയപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ പാണ്ഡവർ കൗരവരുടെ ദാസന്മാരായി. പണയം വയ്ക്കാൻ ബാക്കിയൊന്നും ഇല്ലെന്ന് വന്നപ്പോൾ യുധിഷ്ഠിരൻ തന്നെ പണയം വയ്ക്കുകയും വീണ്ടും പരാജിതനാവുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട് ഇനി പാഞ്ചാലി മാത്രമേ പണയപ്പെടാതെ അവശേഷിക്കുന്നുള്ളൂ എന്ന അവസ്ഥ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ യുധിഷ്ഠിരൻ ദ്രൗപദിയെയും കൗരവർക്ക് പണയപ്പെടുത്തി കളി തുടർന്നു. ആ കളിയിലും അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ പാഞ്ചാലിയും കൗരവരുടെ ദാസിയായി. പാണ്ഡവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന ആ അവസരത്തിൽ ദുഷ്ടനായ ദുശാസനൻ ദ്രൗപദിയെ പരസ്യമായി ആക്ഷേപിക്കാൻ സഭയിൽ വെച്ച് തന്നെ പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ പുറപ്പെട്ടു. എന്നാൽ സ്വന്തം ഭർത്താക്കന്മാരായ പാണ്ഡവരോ ധൃതരാഷ്ട്രാദികളോ ഒരക്ഷരം പോലും സംസാരിക്കാതെ വന്നപ്പോൾ അവർക്ക് തന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദ്രൗപദി ഭഗവാൻ കൃഷ്ണനെ മനസ്സുരുകി വിളിച്ച് പ്രാർത്ഥിച്ച് തന്നെ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞു. ആ സമയം ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സാന്നിധ്യം കൗരവസഭയിൽ കാണിച്ചു കൊടുത്തു. ദുശാസനൻ ദ്രൗപദിയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നതിനൊപ്പം പുതിയ വസ്ത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ക്ഷീണിച്ച് അവശനായ ദുശാസനൻ നിലത്തു വീണു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭക്തയെ കൗരവസഭയിൽ അപമാനിതയാകാതെ സംരക്ഷിച്ചു. ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഏതൊരു ഭക്തനെയും ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഭഗവാൻ കൃഷ്ണൻ.